സല്യൂട്ട് സുഹൃത്തുക്കളെ. 2016 മെയ് മാസത്തോടുകൂടി സർക്കാർ മാറി വന്നപ്പോൾ എന്നെ ADGP ഇൻ്റലിജൻസ് ആക്കിയ കാര്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നല്ലോ. അത് സർക്കാരിന് പറ്റിയ ഒരു തെറ്റായിരുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട്. എല്ലാ സർക്കാരും മാറി വരുമ്പം കുറേ ഷഫ്ലിങ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും. പക്ഷേ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ DGP സ്ഥാനത്ത് നിന്ന് പൊതുവെ മാറ്റി കണ്ടിട്ടില്ല. പഴയ ഒരു സംഭവം മാത്രം പറയുന്നുണ്ട്. പക്ഷേ സർക്കാർ മാറി വന്നതുകൊണ്ടല്ല, വേറൊരു കാരണം കൊണ്ടായിരുന്നു. ഇത് കരുണാകരൻ സാറ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 92-93 കാലഘട്ടത്തിൽ എപ്പോഴോ ആണ്. അന്ന് ജയറാം പടിക്കൽ സാറ് കേരളത്തിൻ്റെ DGP ആയിട്ട് ചുമതലയേറ്റു. ഞാൻ കണ്ടിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഗാംഭീര്യമുള്ള നല്ല പേഴ്സണാലിറ്റിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ജയറാം പടിക്കൽ സാറ്. എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ബഹുമാനമായിരുന്നു. കാരണം മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന്, മറ്റ് IPS ഉദ്യോഗസ്ഥരിൽ നിന്ന് ഒരു ചെറിയ ഒരു തലയെടുപ്പ് അദ്ദേഹത്തിന് കുറച്ച് കൂടുതലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആരെയും കൂസാത്ത ഒരു പ്രകൃതം, പിന്നെ വർക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു വ്യക്തിയുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഒരു ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, എല്ലാ കാര്യവും നല്ലപോലെ അറിയാം എന്നുള്ളത്. അത് അദ്ദേഹം DGP ആയി ആദ്യത്തെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ തെളിയിച്ചു. വളരെ വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ഇതുപോലെ നല്ല പോസ്റ്റുകളിൽ ഇരിക്കുന്നവർക്കെതിരെ ശത്രുതാ മനോഭാവം ഉണ്ടാകുമ്പോഴും, കിടമത്സരങ്ങൾ ഉണ്ടാകുമ്പോഴും, ആ കസേരയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ ആഗ്രഹം വരുമ്പോഴും ഒക്കെ ചെറിയ ചെറിയ കുറേ പ്രശ്നങ്ങൾ, ഇങ്ങനെ കുരുട്ടുബുദ്ധികൾ അവിടെ ഇവിടെയൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങുമല്ലോ. അപ്പം അങ്ങനെ അദ്ദേഹത്തിനെതിരായ വലിയ ഒരു വാർത്ത പത്രങ്ങളിലൂടെ വന്നതും, അദ്ദേഹത്തെ അഴിമതിക്കാരനായിട്ട് പെട്ടെന്ന് ചിത്രീകരിച്ചതും, ഒരു ദിവസം അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ട് ട്രാൻസ്ഫർ ചെയ്തു. അതായത് വന്നിട്ട് അദ്ദേഹം കുറച്ച് മാസങ്ങളെ ആയിരുന്നുള്ളൂ, ഒരു 7-8 മാസമൊക്കെ ആയിരുന്നുള്ളൂ. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹത്തെ മാറ്റി അദ്ദേഹത്തിൻ്റെ തന്നെ ബാച്ച്മേറ്റായ വേറൊരു ഉദ്യോഗസ്ഥനെ DGP ആയിട്ട് നിയമിക്കുകയും ചെയ്തതോടുകൂടി അദ്ദേഹം വളരെ വിഷമിച്ചാണ് അദ്ദേഹം അവിടുന്ന് പോയത്. ചാർജ് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഇറങ്ങി പോവുകയായിരുന്നു, ലീവ് എടുത്തിട്ട്. പിന്നെ അദ്ദേഹം ലീവ് തിരിച്ച് കയറിയിട്ടില്ല, അവിടെ നിന്നുകൊണ്ട് റിട്ടയർ ചെയ്യാൻ കുറച്ച് നാളെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹ്യൂമിലിയേറ്റ് ചെയ്ത് നാണം കെടുത്തി പോസ്റ്റിൽ നിന്ന് വിടുക എന്നുള്ള ഒരു രീതി പോലെയാണ് ചെയ്തത്. കരുണാകരൻ സാറിനും അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നതായിട്ട് എനിക്കറിയാം, കാരണം ഞാൻ കണ്ടിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് മാറ്റി എന്നുള്ളതുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ചില കളികൾ കൊണ്ട് തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോൾ പോലീസിലും അല്ല, കേരളത്തിൽ മൊത്തം രാഷ്ട്രീയമാണല്ലോ മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഒരു സംഭവം നടന്ന ശേഷം ഞാൻ പടിക്കൽ സാറിൻ്റെ വീട്ടിൽ പോയിരുന്നു. പൊതുവെ ആരും പോകാറില്ല. ഞാൻ AIG ആയിട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ട ഒരാളെ മാറ്റിയാൽ അയാളെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സകലരും പേടിയോടുകൂടി അല്ലെങ്കിൽ ഒരു പ്രയാസത്തോടു കൂടിയാണ് നോക്കുക. രാഷ്ട്രീയക്കാരുടെ എതിരെ നിന്നയാളല്ലേ, അപ്പം ഞങ്ങൾ പോയാൽ ഞങ്ങൾക്കും ആ രാഷ്ട്രീയക്കാരെതിരെ ആയാലോ എന്നുള്ളൊരു പേടിയോടുകൂടി ആരും അന്വേഷിച്ചൊന്നും പോകാറില്ല. പക്ഷേ ഞാൻ പോയി ധൈര്യമായിട്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു. കാര്യമായിട്ട് അദ്ദേഹമല്ല സംസാരിച്ചത്, അദ്ദേഹത്തിൻ്റെ വൈഫാണ് സംസാരിച്ചത്, വിഷമങ്ങളൊക്കെ എന്നോട് പറഞ്ഞത്. അദ്ദേഹം വളരെ ക്വയറ്റായിട്ട് അതേ ഗാംഭീര്യത്തോടു കൂടി ഇരുന്നതേ ഉള്ളൂ. സ്നേഹത്തോടു കൂടി സംസാരിച്ചു, എന്നോട് ചായയൊക്കെ തരികയും വേറെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. ഒഫീഷ്യലായിട്ടൊന്നും മിണ്ടി ചെയ്യുന്നില്ല. ആ ഒരു അനുഭവം കഴിഞ്ഞ ശേഷം പിന്നീട് ഞാൻ കാണുന്നത് ഈ 2016 പിണറായി വിജയൻ സാറ് മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ പെട്ടെന്ന് സെൻകുമാർ സാറിന് പ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തെ മാറ്റി വേറെ സാറിനെ DGP ആയിട്ട് പോസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്നെ ഇൻ്റലിജൻസിൽ വെക്കുകയും മറ്റ് പല ഓഫീസേഴ്സിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുകയൊക്കെ ചെയ്തു. സെൻകുമാർ സാറിന് ആ ഒരു സമയം ഭയങ്കര ഷോക്കായിരുന്നു. അദ്ദേഹം പത്രക്കാരൊക്കെ വന്നപ്പോൾ അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഓഫീസിലൊരു ദിവസം ഇരിക്കുന്ന സമയത്ത് സെൻകുമാർ സാർ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീലേഖ, ഒരു അത്യാവശ്യ കാര്യം എനിക്ക് അറിയാനുണ്ട്, ഇൻ്റലിജൻസിലെ ഒരു ഫയലാണ്, അതൊന്ന് എന്നോട് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്വേഷിച്ചിട്ട് അദ്ദേഹത്തെ തിരിച്ച് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞാൻ സാറിൻ്റെ വീട്ടിലോട്ട് വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വാ ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ ഫയർഫോഴ്സിലും മറ്റേ പോസ്റ്റ് ചെയ്തു. പക്ഷേ അദ്ദേഹം ജോയിൻ ചെയ്തില്ല, ലീവ് എടുത്തിട്ട് നിൽക്കുകയായിരുന്നു. കോടതിയിൽ ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനം എന്നുള്ള നിലയിൽ പറഞ്ഞത്. അപ്പോൾ എനിക്കൊന്ന് സംസാരിക്കണം തോന്നിയത് കൊണ്ട് ഞാൻ പോയതാണ്. അപ്പോൾ ഞാൻ കാറിൽ കയറി ഓഫീസിൽ നിന്ന് തിരിക്കുന്നതിന് മുമ്പ് ഡ്രൈവർ എന്നോട് ചോദിച്ചു, മാഡം എങ്ങോട്ടാണ് ചോദിച്ചപ്പോൾ സെൻകുമാർ സാറിൻ്റെ വീട്ടിലാണ്, PTP നഗറിൻ്റെ അടുത്താണ്, അവിടെ വരെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഡ്രൈവറിനെ വളരെ അതിശയത്തോടു കൂടി കാറ് പെട്ടെന്ന് ചവിട്ടി നിർത്തിയിട്ട് തിരിഞ്ഞു പോയിട്ട് പറഞ്ഞു, മാഡം അത് വേണോ, പോണോ, വീട്ടിൽ പോകണോ, വേണം ഫോണിൽ സംസാരിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ, നല്ല മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് മാറ്റിയ ആളല്ലേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയാൽ എല്ലാവരും അറിയും, എന്തായാലും ആളുകളൊക്കെ അറിയും. അപ്പോൾ അത് മാഡത്തിന് തന്നെ ഒരു പ്രതിച്ഛായയ്ക്ക് ഒരു മങ്ങലേക്കും, CM-നും ബാക്കിയുള്ള രാഷ്ട്രീയക്കാർക്കൊക്കെ മാഡത്തിനോട് തന്നെ ഒരു വിരോധം തോന്നാൻ ചാൻസ് ഇല്ലേ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു,
ചുമ്മാ ഇരിക്കും, ഒന്നും പറ്റുമൊന്നുമില്ല, എനിക്ക് പോകണം, എനിക്ക് കാണണം തോന്നിയാൽ ഞാൻ കാണും, അല്ലാതെ എന്തിനാ ഈ രാഷ്ട്രീയക്കാരെയൊക്കെ പേടിക്കുന്നത്, എനിക്ക് പേടിയൊന്നുമില്ല, നമുക്ക് പോവാം എന്ന് പറഞ്ഞപ്പോൾ മനസ്സുള്ള എന്നെ അവിടെ കൊണ്ട് നിർത്തി. പക്ഷെ ആളുടെ മുഖത്ത് ഇങ്ങനെ എനിക്കൊരു പരിഭ്രമം കാണായിരുന്നു. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അവിടെ ഇറങ്ങി, ഞാൻ പോയി ഇന്റലിജൻസിൽ പോസ്റ്റ് ചെയ്ത ഒരു ADGP പോയി സർക്കാർ മാറ്റിയ ഒരു DGPയെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കാണുക എന്ന് പറയുന്നത് ഇത്രയധികം ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണെന്നൊന്നും എനിക്കിപ്പോൾ അറിയില്ലായിരുന്നല്ലോ. ഇന്റലിജൻസിനെ പറ്റി ഞാൻ പറയാം പിന്നീട്. പക്ഷേ സെൻകുമാർ സാറിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നപ്പോൾ അദ്ദേഹം വളരെ സങ്കടമായിട്ട് എന്നോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അദ്ദേഹത്തെ പല പത്രക്കാരും ഒക്കെ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു മണിക്കൂറിൽ കൂടുതലോളം ഇരുന്നു. എന്നിട്ട് ഞാൻ തിരിച്ച് എൻ്റെ ഓഫീസിൽ വരികയാണ് ചെയ്തത്. അതൊരു ബ്ലാക്ക് മാർക്കായിട്ട് എനിക്കെതിരെ തിരിഞ്ഞു എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇൻ്റലിജൻസ് എന്താണെന്നുള്ളതിനെ പറ്റി പറയാം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇൻ്റലിജൻസിൽ ജോലി ചെയ്യുന്നത്. SP ആയിട്ടോ DIG ആയിട്ടോ IG ആയിട്ടോ ഒന്നും ഇൻ്റലിജൻസിൽ ജോലി ചെയ്യാതെയാണ് ഞാൻ ADGP ആയിരുന്നത്. പക്ഷേ ഇൻ്റലിജൻസിനെ കുറിച്ച് എനിക്കൊരു ചെറിയ വിവരം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഇംഗ്ലീഷ് വാക്ക് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ് പറയുന്നത്. അത് ആ ബുദ്ധിയേക്കാളും കൂടുതൽ ഇതിനകത്ത് തന്ത്രമാണ് വരുന്നത്. തന്ത്രപരമായിട്ട് കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കി ധരിപ്പിക്കുക, റിപ്പോർട്ട് എഴുതുക എന്നതാണ് ഇൻ്റലിജൻസ് എന്ന പോലീസ് പദത്തിൻ്റെ അർത്ഥം. ചാരന്മാരുടെ ഒരു വകുപ്പാണ്. അതായത് ചാണക്യൻ എന്ന് പറയുന്ന നമ്മുടെ കൗട്ടില്യൻ ഉണ്ടല്ലോ, അർത്ഥശാസ്ത്രം എഴുതിയ ചാണക്യൻ പറഞ്ഞിരിക്കുന്ന ഒരു തന്ത്രമാണ് ഈ ഭരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക, ഒബ്സർവ് ചെയ്യുക, അതിൻ്റെ വിശകലനം ചെയ്യുക, അതിന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക, സംഭവിക്കുന്നതെല്ലാം ഞൊടിയിടയിൽ അത് മനസ്സിലാക്കി അത് വേണ്ടപ്പെട്ടവരെ ധരിപ്പിക്കുക, അത് കൺട്രോൾ ചെയ്യുക, ആളുകളെ നോക്കിക്കൊണ്ടിരിക്കുക, അവരുടെ പെരുമാറ്റ രീതി നോക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെയുള്ള ഒരുപാട് ചാണക്യ തന്ത്രങ്ങളുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇൻ്റലിജൻസ് വിഭാഗം. കേന്ദ്രത്തിൽ അത് IB, ഇൻ്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്ന IB ആണ് അത് ചെയ്യുന്നത്. എല്ലാവരെയും ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അത് രാഷ്ട്രീയക്കാരാണെങ്കിലും സമൂഹത്തിലുള്ളവരാണെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുള്ളവരാണെങ്കിലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുള്ളവരാണെങ്കിലും സമൂഹത്തിൽ അലയടിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും പിന്നെ തീവ്രവാദത്തിൻ്റെ ശബ്ദമുള്ളവരാണെങ്കിലും എന്തെങ്കിലും റെസിസ്റ്റൻസ്, റെവല്യൂഷൻ, വിപ്ലവം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലും വിവിധ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒബ്സർവ് ചെയ്തിരുന്നത് വേണ്ട വിധത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കി പ്രധാനമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് കേന്ദ്രത്തിലെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ധർമ്മമെങ്കിൽ സംസ്ഥാനങ്ങളിൽ അതത് മുഖ്യമന്ത്രിമാരെ ഇതേ രീതിയിൽ ധരിപ്പിക്കുക എന്നുള്ളതാണ് ഇൻ്റലിജൻസിൻ്റെ പ്രധാനപ്പെട്ട ജോലി. നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സാമൂഹ്യപരമായിട്ടുമുള്ള മാറ്റങ്ങൾ, ദിവസേന ഉണ്ടാകുന്ന പോലീസ് കേസുകൾ, ഉണ്ടാകുന്ന പ്രക്ഷോഭങ്ങൾ, പ്രകടനങ്ങൾ, കേസുകളുടെ കാര്യങ്ങൾ, വലിയ കേസുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, തീവ്രവാദ സ്വഭാവമുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള സകല കാര്യങ്ങളും മോണിറ്റർ ചെയ്യുക. അതോടൊപ്പം നമ്മൾ പോലീസ് ഓഫീസേഴ്സിൻ്റെ പെരുമാറ്റം, പോലീസ് ഓഫീസേഴ്സിൻ്റെ രീതി, അവരുടെ ഏതെങ്കിലും ഇങ്ങനെ ഞാൻ നേരത്തെ സെൻകുമാർ സാറിൻ്റെ വീട്ടിൽ പോയതുപോലെ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി അതൊക്കെ രഹസ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രഹസ്യം എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ് ഇൻ്റലിജൻസിൻ്റേത്. ഒരിക്കലും അത് നമ്മൾ ആളുകളോട് പത്രക്കാരോട് ഒന്ന് സംസാരിച്ചത് പരസ്യമാക്കില്ല. നമുക്ക് കിട്ടിയ വിവരം എന്ന് പറയുന്നത് രഹസ്യമായിട്ട് നമ്മുടെ അറിയേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ പരമരഹസ്യമായിട്ട് ചെയ്യുക. പിന്നെ റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുക, കോൺഫിഡൻഷ്യലായിട്ട് അവരെ മോണിറ്റർ ചെയ്യുക. ഏതെങ്കിലും വിശിഷ്ട വ്യക്തികൾ വരുമ്പോൾ അവരുടെ സെക്യൂരിറ്റി, അവരുടെ കാര്യങ്ങൾ നോക്കും. അപ്പം ഇൻ്റലിജൻസിന് തന്നെ പല വിഭാഗങ്ങളുണ്ട്. അതായത് ഇൻ്റലിജൻസിന് സെക്യൂരിറ്റി SP ഉണ്ട്, ഇൻ്റലിജൻസിൻ്റെ SP ഉണ്ട്, ബോംബ് സ്ക്വാഡ് ഉണ്ട്, മോണിറ്ററിംഗ് റൂം ഉണ്ട്. അതിനകത്ത് നമുക്ക് ടെലിഫോൺ കോൺവെർസേഷൻസ് വരെ റെക്കോർഡ് ചെയ്തെടുക്കാവുന്ന ഒരു അതോറിറ്റി ഉണ്ട് ഇൻ്റലിജൻസിൽ. കോൾ മോണിറ്ററിംഗ് റൂംസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് എപ്പോഴും ഇങ്ങനെ ഒരാൾ ഇരുന്ന് ചില വ്യക്തികളുടെ കോൾസ് ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. SPMR എന്ന് പറഞ്ഞ സ്റ്റേറ്റ് പോലീസ് മോണിറ്ററിംഗ് റൂം എന്ന് പറഞ്ഞ് വേറൊരു റൂമുണ്ട്. അത് ഇൻ്റലിജൻസ് അപ്പോൾ കളക്ട് ചെയ്ത് വേണ്ടവരെ ഫോണിലൂടെ അറിയിക്കുകയും ഞൊടിയിടയിൽ അറിയിക്കും. അത് SP-മാരെയും അറിയിക്കും. ഇനി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാവാൻ സാധ്യത, ഇവിടെ തീ പിടിച്ചിട്ടുണ്ട്, പെട്ടെന്ന് ആളുകളെ വിടണം. അങ്ങനെയുണ്ട്. എല്ലാ ഏജൻസികളെയും അറിയിക്കുന്ന സ്റ്റേറ്റ് പോലീസ് മോണിറ്ററിംഗ് റൂമുണ്ട്. പിന്നെ മീഡിയ റൂമുണ്ട്. അതിൻ്റെ എല്ലാ TVയും എല്ലാ പത്രങ്ങളും നിരന്തരം മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നിട്ട് അതിനകത്ത് കാണുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുകയും അതത് കാര്യങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യുന്ന സ്റ്റേറ്റ് പോലീസ് മോണിറ്ററിംഗ് റെക്കോർഡിംഗ് TV മീഡിയ സെൽ എന്ന മീഡിയ റൂം എന്ന് പറഞ്ഞ റൂമുണ്ട്. അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുള്ള ഒരു ഏജൻസിയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. വളരെ രഹസ്യമായിട്ടാണ് ജോലി ചെയ്യുന്നത്. കാരണം ഇൻ്റലിജൻസ് ഓഫീസേഴ്സ് ഒരിക്കലും പോലീസ് യൂണിഫോം ധരിക്കാറില്ല. അവർക്ക് വേണമെങ്കിൽ താടി വളർത്താം, അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള വസ്ത്രധാരണം ചെയ്യാം. കണ്ട ഒറ്റ നോട്ടത്തിൽ പോലീസാണെന്ന് അറിയരുത് ആളുകൾ. കാരണം അവർ സമൂഹത്തിൽ മിങ്കിൾ ചെയ്ത് സമൂഹത്തിൻ്റെ ഇടയിലുള്ള ആൾക്കാരുടെ അടുത്ത് പോയി അവരുമായിട്ട് സംസാരിച്ച് അവരിൽ നിന്നും വിവരശേഖരണം നടത്തേണ്ടവരാണ്. അപ്പോൾ പോലീസ് ഓഫീസേഴ്സ് ആണ് എന്നറിയാതിരിക്കാനായി
ഒരിക്കലും അവർ ബ്രൗൺ ഷൂസോ കാക്കി പാൻറ്റോ അല്ലെങ്കിൽ പോലീസിൻ്റെ നിപ്പോ നടപ്പോ അങ്ങനെയൊന്നും ഭാഷയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ട്രെയിനിങ്ങോ ഒക്കെ നിഷ്കർഷിച്ചിട്ട് പിന്നെ എഴുതാനൊക്കെ കുറച്ച് ഡ്രാഫ്റ്റിംഗ് ഒക്കെ കുറച്ച് അറിയാവുന്നവരായിരിക്കണം, പല ഭാഷകൾ അറിയാവുന്നവരായിരിക്കണം. ഈ ഫോറിനേഴ്സിൻ്റെ ഇടയിൽ പോയി എന്തിനാണ് ഒരാൾ വന്നത് എന്നൊക്കെ നോക്കണം. അപ്പം അങ്ങനെയുള്ള വിവിധ ജോലികൾ ഇൻ്റലിജൻസിലുണ്ട്. അപ്പം ബുദ്ധിയും എന്ന് പറയുന്നത് ഒരു വിവരശേഖരണത്തിൽ നമുക്ക് അതെങ്ങനെ അനലൈസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ബുദ്ധി. ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ആ ഒരു രീതിയിലാണ്, അല്ലാതെ ബുദ്ധിപരമായിട്ടുള്ള ആൾക്കാരുടെ സംഘം എന്നുള്ള ഒരു രീതിയിലല്ല ഡിപ്പാർട്ട്മെൻറ്റ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് സംസ്ഥാന ഇൻ്റലിജൻസും ഉണ്ട്. എല്ലാ ജില്ലാ എസ് പിമാരുടെ കീഴിലും ഒരു DYSP ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അത് ജില്ലകളിൽ നടക്കുന്ന കാര്യങ്ങൾ SP മാരെ ധരിപ്പിക്കാൻ വേണ്ടി ജില്ലാ ഇൻ്റലിജൻസും ഉണ്ട്, സംസ്ഥാന ഇൻ്റലിജൻസും ഉണ്ട്. രണ്ടും വ്യത്യസ്തമാണ്. രണ്ടും ജില്ലാ ഇൻ്റലിജൻസിൻ്റെ മുകളിൽ സംസ്ഥാന ഇൻ്റലിജൻസ് മേധാവിക്ക് കൺട്രോൾ ഇല്ല. അത് SP മാർ തന്നെ കൺട്രോൾ ചെയ്ത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളൂ. SP കീഴിലുള്ള ഒരു DYSP ആണ്. പക്ഷേ സംസ്ഥാന ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വേറെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ജില്ലകളിലും കണ്ണുകളുള്ള DYSP മാരും താഴെയുള്ള ഓഫീസർമാരും പിന്നെ SP മാരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനിലുള്ള ആൾക്കാരും ഒക്കെയാണ്. അപ്പം ഈ ടെററിസം നടത്തുന്ന സ്ക്വാഡിൻ്റെ ഒരു SP ഉണ്ടാവും, ഇൻ്റലിജൻസിൻ്റെ വേറൊരു SP ഉണ്ടാവും, ISITയുടെ ഒരു SP ഉണ്ടാവും, ഇൻവെസ്റ്റിഗേഷൻ്റെ, അങ്ങനെ പല 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 SP മാരും അവിടെ ഉണ്ട്. പിന്നെ വിവരശേഖരത്തിന് റേഞ്ച് അടിസ്ഥാനത്തിന് SP മാരും ഉണ്ട്. അതിൻ്റെ മുകളിൽ DIG ഉണ്ട്, IG ഉണ്ട്, ADGP ഉണ്ട്, അങ്ങനെയാണ്. അപ്പോൾ എന്നെ അവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി അവിടെ ഒരു DGP ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു ഓഫീസർ ഇരിപ്പുണ്ടായിരുന്നു, ഹേമേന്ദ്രൻ. കുഞ്ഞനിയത്തിയെ പോലെ ഞാൻ കരുതിയിരുന്ന ബന്ധുവിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പേരാണ് കാണുമ്പോഴൊക്കെ വിളിക്കുക, സാറെന്നൊക്കെ വിളിക്കുന്ന വളരെ അരോചകമാണ് കുടുംബാന്തരീക്ഷത്തിൽ. പക്ഷേ ഒഫീഷ്യലായിട്ട് കാണുമ്പോൾ സാറെന്ന് വിളിക്കാറുണ്ട്, സല്യൂട്ട് ചെയ്യാറുണ്ട്. ചിലപ്പോൾ പേരറിയാതെ വന്നും പോകും. അപ്പോൾ അതിനൊക്കെ ചില സീനിയർ ഓഫീസേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്, എന്തിനാണ് ഒരു വർഷം സീനിയർ ആയിട്ടുള്ള ഒരാളെ പേര് വിളിക്കുന്നത്, തെറ്റല്ലേ എന്ന് പറയുമ്പോൾ ഹേമേന്ദ്രൻ ചിരിക്കും, ഞാനും ചിരിക്കും. ഞാനൊന്നും പറയാനൊന്നും പോകാറില്ല. പക്ഷേ ഹേമേന്ദ്രൻ അവിടെ DGP റാങ്ക് കിട്ടിയിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് 4 DGP മാരേ ഉള്ളൂ എന്നുള്ളത് അറിയാലോ. അതേ സാങ്ഷൻ ചെയ്തിട്ടുള്ളൂ കേന്ദ്രം. 2 കാഡർ പോസ്റ്റ്, 2 എക്സ് കാഡർ പോസ്റ്റ്. അപ്പോൾ ഓൾറെഡി ആ സമയത്ത് 4 DGP മാരും ഉണ്ടായിരുന്നു. സെൻകുമാർ സാർ ഉണ്ടായിരുന്നു, ബെഹ്റ സാറ് DGP ആയിട്ട് പോസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന് തന്നെ ബാച്ച്മേറ്റായ ജേക്കബ് തോമസ് സാറിനെ വിജിലൻസ് ഡയറക്ടറായിരുന്നു. ഋഷിരാജ് സാറ് ജയിലിലും പോസ്റ്റ് ചെയ്തു. അപ്പം അങ്ങനെ 4 DGP മാർ ഓൾറെഡി ഉള്ളപ്പോൾ DGP എന്നുള്ള പദവി കിട്ടാൻ അർഹതയുള്ള 30 വർഷം പൂർത്തിയാക്കിയ 86 ബാച്ചിലെ 5 ഉദ്യോഗസ്ഥരും കൂടെ കേരളത്തിലുണ്ടായിരുന്നു. ഹേമേന്ദ്രൻ, യാസിൻ, രാജേഷ് ദിവാൻ, ശങ്കർ റെഡ്ഡി, അസ്താന. ഈ 5 പേർക്കും DGP എന്നുള്ള റാങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി സാറിന്റെ സർക്കാരിന്റെ സമയത്ത് അവർ കുറെ റെപ്രസെന്റേഷൻസ് ഒക്കെ അയച്ചിട്ട് പിന്നെ എന്തൊക്കെയോ രാഷ്ട്രീയമായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ സർക്കാർ ഒരു ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തു, ഇവരെ 5 പേരെയും DGP എന്നുള്ള നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു. പക്ഷെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ നാമനിർദ്ദേശം ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവർ ADGP മാരായിട്ട് റിട്ടയർ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്. കാരണം 5 പേരുടെ വലിയൊരു ബാച്ച് ആയതുകൊണ്ട് പലർക്കും നേരത്തെ റിട്ടയർ ചെയ്യേണ്ടി വരുന്നു. അത് 4 മറ്റേ ബെഹ്റ സാറിൻ്റെ ബാച്ച് എന്ന് പറയുന്നത് എല്ലാവരും യങ് ആണ്. ബെഹ്റ സാറ്, ഋഷിരാജ് സാറ് അവർക്ക് എന്നെക്കാളും തന്നെ ഒരു 6-7 മാസം ഇളയ ആൾക്കാരാണ് പ്രായത്തിൽ. ഞാൻ കുറച്ച് വൈകിയാണല്ലോ സർവീസിൽ കയറിയത്. അപ്പം ഇവർ പ്രായത്തിൽ ഇളയതായതുകൊണ്ടും എൻ്റെ സീനിയർ ബാച്ചിലുള്ളവരും ഇവരെക്കാളും പ്രായത്തിന് വളരെ മൂപ്പുള്ളവരും ആയതുകൊണ്ട് അവരൊക്കെ റിട്ടയർ ചെയ്ത് പോകും ഇതിനു മുമ്പ്. അപ്പം ADGP ആയിട്ട് റിട്ടയർ ചെയ്യേണ്ട DGP റാങ്കോട് കൂടി റിട്ടയർ ചെയ്തിട്ടെ എന്നുള്ള ഒരു ഇത് കൊണ്ടായിരിക്കണം അവർ DGP എന്നുള്ളൊരു പദവി കൊടുത്തെങ്കിലും DGPയുടെ പോസ്റ്റ് അവർക്ക് കൊടുത്തിരുന്നില്ല. അവർ ADGPയുടെ ശമ്പളമാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. DGP ഇൻ്റലിജൻസ് ഇരിക്കുകയാണ് എന്നെ ADGP ഇൻ്റലിജൻസ് ആയിട്ട് പോസ്റ്റ് ചെയ്തത്. ശരിക്കും ADGP ഇൻ്റലിജൻസ് എന്നൊരു പോസ്റ്റേ കാഡർ പോസ്റ്റായിട്ട് ഇൻ്റലിജൻസിലുള്ളൂ. അപ്പം ഹേമേന്ദ്രനെ മാറ്റും എന്നുള്ള മട്ടിലാണ്. പക്ഷെ അദ്ദേഹത്തെ മാറ്റാൻ വേറെ സ്ഥലമില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഇൻ്റലിജൻസിലെ DGP ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിരുന്ന് ജോലി ചെയ്തപ്പോൾ ഞാൻ SCRBയിൽ തന്നെ, കാരണം SCRBയിലും വേറെ ആരെയും പോസ്റ്റ് ചെയ്തിട്ടില്ല, എനിക്ക് അഡീഷണൽ ചാർജ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ SCRBയിൽ തന്നെ ADGP ഇൻ്റലിജൻസിൻ്റെയും കൂടെ പദവി വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ ADGP ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണെന്നാണ് വെപ്പ്. എല്ലാ കാര്യങ്ങളും നേരിട്ട് പോയി CMനെ ധരിപ്പിക്കണം, CMന്റെ വലം ചെവിയായിട്ട് പ്രവർത്തിക്കണം എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ ഡ്യൂട്ടി ചെയ്യേണ്ടേ എന്നൊരു സംശയത്തിൽ അങ്ങനെ ഞാൻ വേറെ സാറിനോട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇതിനകത്ത് ഹേമേന്ദ്രൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ ചോദിച്ചപ്പോൾ നല്ലല്ല, അതുപോലെ ശ്രീലേഖ പോയി നേരിട്ട് CMനോട് കാര്യങ്ങൾ ബ്രീഫ് ചെയ്യണം, യു ടേക്ക് ഓവർ ദ എൻറ്റയർ ജോബ് ഓഫ് എൻ ഇൻ്റലിജൻസ് ADGP കാഡർ പോസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ CM അദ്ദേഹം ആദ്യമായിട്ടാണല്ലോ CM ആവുന്നത്, പിണറായി വിജയൻ സാറ്. അപ്പം ഞാൻ അദ്ദേഹത്തെ ദിവസവും പോയി ഇങ്ങനെ കണ്ട് ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു. രാവിലെ 7:30 മണിയാകുമ്പോൾ പോകും. ഞാൻ രാവിലെ 4-4:30 ആകുമ്പോൾ എണീക്കും. കാരണം എനിക്ക് രാവിലെ ഒരു നടത്തം, ഒരു സമയത്ത് വലിയൊരു വിപ്രാളമായിരുന്നു നടത്തം രാവിലത്തെ. അത് നടക്കാതിരുന്ന് കഴിഞ്ഞാൽ വലിയൊരു പ്രയാസമാണ്. അപ്പം ഞാൻ 4:30 ആകുമ്പോൾ എണീറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ ഓടും, വെളിയിലിറങ്ങി നടക്കും. നടക്കി റോഡിൽ കൂടെ നടന്ന് സ്റ്റേഡിയത്തിലുമൊക്കെ ചിലപ്പോൾ പോയി നടന്നിട്ട്
ഒരു 6 മണിക്ക് മുമ്പായിട്ട് 5:45 ആകുമ്പോൾ ഞാൻ തിരിച്ച് വന്ന് റെഡിയായി കുളിച്ച് എൻ്റെ പത്രപാരായണം തുടങ്ങി. കാരണം ആ സമയം തൊട്ട് പത്രം വായിക്കുന്നതിനിടയിൽ കൂടിയാണ് എന്നെ ഇൻ്റലിജൻസിൻ്റെ എൻ്റെ ഓഫീസേഴ്സ് എല്ലാവരും വിളിച്ച് വിവരങ്ങൾ പറയുന്നത്. അപ്പം 7:30 മണിയാകുമ്പോഴേക്കും എൻ്റെ വിവരങ്ങളൊക്കെ അറിയിക്കണം എന്ന് ഞാൻ പറയും. 8 മണിയാകുമ്പോഴേക്കും ഞാൻ അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ നേരിട്ട് പോയി സാർ എവിടെയാണോ, പിണറായി വിജയൻ സാർ എവിടെയാണോ, CM എവിടെയാണോ വെച്ചാൽ അവിടെ പോയി കണ്ട് അദ്ദേഹത്തിനോട് പറയണം എന്നാണ്. ചിലപ്പോൾ 8:30 ചിലപ്പോൾ 9 അടുപ്പിച്ചാവും. അപ്പം പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് അറിയിക്കണം എന്നുള്ള ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട്, പണ്ട് തൊട്ടേ ഉള്ളത് കൊണ്ട് എന്നും പോയി കാണേണ്ടതാണ് എന്നുള്ളത് കൊണ്ടും, പിന്നെ അസംബ്ലി വരുന്നു, കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടാവും, അദ്ദേഹത്തിന് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടാവും, ഫോണിൽ കൂടെ ആകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ആർക്കും ചോർത്തി എടുക്കാൻ സാധിക്കുമല്ലോ. അപ്പം നേരിട്ട് പോയി പറയുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ച് അങ്ങനെ പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട കട്ടിങ്സ് ഒക്കെ എടുത്ത് ഒരു ഫയൽ പോലെ ആക്കി അതും കൂടെയൊക്കെ വെച്ചിട്ടും എവിടെയൊക്കെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതും ഒക്കെ ആയിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളതുകൊണ്ട് ഞാൻ പോയി പറയുമായിരുന്നു. പക്ഷെ അതിങ്ങനെ ഒരു മാസത്തോളം തുടർന്നപ്പോൾ ഒരു ചെറിയ അരോചകത്വം എനിക്കും തോന്നി, അദ്ദേഹത്തിനും തോന്നി. കാരണം ഞാനിങ്ങനെ ഡെയിലി പോയി അവിടെ കാത്തു കേട്ട് നിൽക്കുകയാണ്. അദ്ദേഹം വളരെ തിരക്കാണല്ലോ, രാവിലെ തൊട്ട് അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ തുടങ്ങും, പല മീറ്റിങ്ങുകളുണ്ടാവും, പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടാവും, ഒരുപാട് പേര് അദ്ദേഹത്തെ കാണാൻ വരും. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും കൂടി ഇടിച്ച് കയറിച്ചെന്ന് ഇങ്ങനെ അദ്ദേഹത്തിനോട് അദ്ദേഹം ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ മറ്റാരെയും കയറ്റില്ല, ഒറ്റയ്ക്കേ നമ്മളെ കാണാൻ അനുവദിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒറ്റയ്ക്ക് കാണാൻ വേണ്ടി ഞാനും ഒരുപാട് സമയം ചിലപ്പോൾ മെനക്കെടുത്തി ക്ലിഫ് ഹൗസിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിനും ചിലപ്പം ഇഷ്ടമില്ല, ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനാണെന്ന് തോന്നിയിട്ടുണ്ടാണ്. എന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ നേരിട്ട് വന്ന് പറയട്ടെ, ഫോണിൽ കൂടെ കാര്യങ്ങൾ അറിയിച്ചാൽ മതി. അപ്പോൾ എനിക്കതൊരു വലിയ ആശ്വാസമായി. ഞാൻ പറഞ്ഞു താങ്ക് യു സർ, ഭയങ്കര സന്തോഷം, ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എന്നും അദ്ദേഹത്തെ രാവിലെ ഫോണിൽ വിളിച്ചാണ് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഒന്നും പറഞ്ഞിരുന്നില്ല എൻ്റെ അടുത്ത്. പക്ഷേ കുറേ നാൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ പറയുന്നതെല്ലാം അദ്ദേഹത്തിന് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ആരും അദ്ദേഹത്തെ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ വിളിച്ച് ധരിപ്പിച്ചിട്ടുണ്ട്. അത് ആരോ എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ DGP ആയിരിക്കാം, ചിലപ്പം പാർട്ടി അവർക്ക് തന്നെ ഒരു വലിയ സോഴ്സ് ഓഫ് ഇൻ്റലിജൻസ് ഉണ്ട്. പോലീസിൻ്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഇൻ്റലിജൻസ് വിഭാഗം അവരുടെ പാർട്ടിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ടപട്ടപ്പേന്ന് ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം. പലപ്പോഴും ഞാൻ പറയുമ്പോൾ എനിക്ക് തെറ്റൊക്കെ പറ്റും. ചിലപ്പോൾ ഇന്ന സ്ഥലം ആണെന്ന് പറയുമ്പോൾ അത് ആ സ്ഥലത്തല്ലല്ലോ, മറ്റേ സ്ഥലത്തല്ലേ എന്നൊക്കെ അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ഇത് അദ്ദേഹത്തിന് ഓൾറെഡി അറിയാം. അപ്പം ഞാൻ ഈ റിപ്പീറ്റ് ചെയ്യുന്നത് പോലെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാം കേൾക്കും. വളരെ അപൂർവമായിട്ടാണ് എന്നോട് ചില കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുന്നത്. അതായത് അങ്ങനെ ചെയ്യിക്കൂ, ഇങ്ങനെ ചെയ്യിക്കൂ, ആ നിർദ്ദേശം കൊടുക്കൂ, ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കൂ എന്നൊക്കെ വളരെ അപൂർവമായിട്ടേ പറയാറുള്ളൂ. ബാക്കി എല്ലാ സമയവും അദ്ദേഹം അത് കേട്ടിട്ട് ആ ശരി എന്ന് പറഞ്ഞങ്ങ് വെക്കുക ചെയ്യുന്നത്. അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് ഒരു ധാരണയുണ്ട്, എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചും ഒരു ധാരണയുണ്ട്. കാരണം അദ്ദേഹം പണ്ട് ഇലക്ട്രിസിറ്റി മിനിസ്റ്ററായിട്ട് ജോലി ചെയ്തു, വൈദ്യുതി മന്ത്രിയായിട്ട് ജോലി ചെയ്തു. അപ്പോൾ ഞാൻ പത്തനംതിട്ട SP ആയിരുന്ന സമയത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് പോലീസ് ക്വാർട്ടേഴ്സ് കെട്ടിയിട്ട് അതിന് ഇലക്ട്രിസിറ്റി കിട്ടുന്നില്ല. അപ്പോൾ പോലീസ് ക്വാർട്ടേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു, ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും ഓക്കുപ്പൈ ചെയ്യാം. പക്ഷേ 7-8 മാസമായിട്ട് എന്തോ ചെറിയ പ്രശ്നം പറഞ്ഞിട്ട്, ഒരു മീറ്ററിൻ്റെ എന്തോ പ്രശ്നം പറഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി തരുന്നില്ല. അദ്ദേഹം മിനിസ്റ്ററായിട്ട് ഒരു ദിവസം പത്തനംതിട്ട വന്നപ്പോൾ ഒരു പരിപാടി കഴിഞ്ഞ് ഞാനിങ്ങനെ പോയി അദ്ദേഹത്തോട് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങളുടെ ക്വാർട്ടേഴ്സ് ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കാൻ പറ്റാത്തത് ഇലക്ട്രിസിറ്റി കിട്ടാത്തത് കൊണ്ടാണ്, അപ്പം സാർ ഒന്ന് പറഞ്ഞിട്ടൊന്ന് ശരിയാക്കി തരാമെന്ന്. അപ്പോൾ ഞാൻ എഴുതിത്താന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു നോട്ടായിട്ട് അപ്പം തന്നെ അദ്ദേഹം പോകുന്നതിന് മുമ്പായിട്ട് ഞാനൊരു നോട്ടായിട്ട് പെട്ടെന്ന് എഴുതി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയും പിന്നീട് പെട്ടെന്ന് 1 മാസത്തിനകം തന്നെ ഇലക്ട്രിസിറ്റി കണക്ഷൻ സ്ഥാപിച്ച് തരികയും ചെയ്തത് വളരെ നന്ദിപൂർവ്വം എനിക്ക് ഓർമ്മയുണ്ടായത്. അപ്പോൾ ഞാൻ അദ്ദേഹം CM ആയിട്ട് വന്നപ്പോൾ ഞാൻ സാറിന് ഓർമ്മയുണ്ട്, വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ ഇതിൻ്റെ കാര്യം സാധിച്ചു തന്നത് എനിക്ക് വേണ്ടി ഭയങ്കര നന്ദിയുള്ള കാര്യമാണ്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഓർക്കുന്നേ ഇല്ലായിരുന്നു അത്. അപ്പം ആണോ എന്നൊക്കെ ചോദിച്ചു. അപ്പം അങ്ങനെ വളരെ നല്ല രീതിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരുന്ന ഒരു ബന്ധമാണ്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഒരു തെറ്റിദ്ധാരണ വന്നതാണോ അതോ എൻ്റെ തന്നെ കുഴപ്പം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് ഈ പൊളിറ്റിക്കൽ കോണ്ടാക്ട്സ് എനിക്ക് ക്ലിയർ ആയിട്ട് ആ സമയം മനസ്സിലായിരുന്നില്ല. അപ്പം മദനി അന്ന് കേരളത്തിലൊരു കേസും ഇല്ലെങ്കിലും അബ്ദുൾ നാസർ മദനിക്ക് കേരളത്തിൽ യാതൊരു കേസും ഇല്ല. അപ്പം അദ്ദേഹത്തിന് പക്ഷേ കോയമ്പത്തൂരും ബാംഗ്ലൂരും ഒക്കെ തീവ്രവാദ കേസുകളിൽ പ്രതിയായതുകൊണ്ട് കോയമ്പത്തൂർ ജയിലിൽ കഴിയുകയായിരുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ കേരളത്തിൽ വരുമ്പോൾ ഞാൻ ക്രൈം മീറ്റിങ്ങുകളിൽ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇങ്ങനെ മദനി വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ഇൻ്റലിജൻസ് ADGP ഒരു ബ്രീഫിങ് DGPയെ നടത്തുകയും സീനിയർ ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സൊക്കെ ഇരിക്കുമ്പോൾ ഇന്ന സ്റ്റെപ്സ് നമ്മൾ സ്വീകരിക്കണം, ഹൈക്കോടതിയിൽ ഇന്ന ഓർഡർ വന്നിട്ടുണ്ട്, ഈ ഓർഡർ ഉണ്ട്, എക്സിസ്റ്റിംഗ് സുപ്രീം കോടതി ഡയറക്ഷൻ ഉണ്ട്, ഇന്നത് ശ്രദ്ധിക്കണം, ഇത്രയും പോലീസുകാരെ വിന്യസിക്കണം എന്ന് പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ഇൻ്റലിജൻസ് ADGP ആയിരിക്കുന്നു. അപ്പോൾ അപ്പോഴേക്കും ഹേമേന്ദ്രനെ എനിക്ക് തോന്നുന്നു ഫയർഫോഴ്സിലേക്ക് മാറ്റിയും തോന്നുന്നുണ്ട്. എനിക്ക് പൂർണ്ണ ചുമതല കിട്ടിയിരുന്നു ഇൻ്റലിജൻസിൻ്റെ. അപ്പോൾ ഞാൻ മദനി വരുന്നതിനെ കുറിച്ച് അദ്ദേഹത്തോട് വിളിച്ച് CMനെ വിളിച്ച് അറിയിക്കണം, ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം പബ്ലിക് ഒരു മീറ്റിങ്ങിൽ മദനി പ്രസംഗിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള പഴയ ഹൈക്കോടതി ഓർഡർ ഇരിപ്പുണ്ട്.
അപ്പോൾ അതും കൂടെ വെച്ചുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്യണം നമ്മളപ്പം. അദ്ദേഹം മദിനി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് PDP ഒരു വലിയ ഒരു പാർട്ടി മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തിട്ട് മദിനി എവിടേക്ക് വിളിക്കുകയും അദ്ദേഹം തീർച്ചയായിട്ടും സംസാരിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് ഇന്റലിജൻസ് വകുപ്പിൽ നിന്ന് കിട്ടിയത്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ നാവ് പിഴ കാരണം ഞാൻ അതും SDPI എന്നുള്ളത് PFIയുമായിട്ട് ബന്ധപ്പെടുത്തിയുമൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അത് CM ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അദ്ദേഹം അത് എന്തോന്ന് ഇന്റലിജൻസ് ADGP ആണ്, ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്, കാര്യങ്ങൾ ശരിക്കും ഗ്രഹിച്ചിട്ട് വേണ്ടേ പറയാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരുപാട് വഴക്ക് പറഞ്ഞു എന്നെ ഫോണിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ സോറി എനിക്ക് പറ്റിയ തെറ്റാണ്, സോറി എന്നൊക്കെ പറഞ്ഞ് മാപ്പ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സോറി പറഞ്ഞിട്ട് വെച്ചു. പിന്നീട് ഞാൻ എന്തോ പറഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ഈ രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞതിൻ്റെ ഒരു പ്രശ്നമാണ് ഉണ്ടായത്. കാരണം എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തില്ല. മദനി എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പൊളിറ്റിക്കൽ പാർട്ടിയും CPMുമായിട്ട് അലൈൻ ആണ് നേരത്തെ പ്രവർത്തിച്ചിരുന്നതെന്നും കേരളത്തിൽ CPMന്റെ പിണറായി വിജയൻ സാറിൻ്റെ ഒരു സുഹൃത്താണ് മദനി എന്നുള്ള കാര്യവും ആ സമയം ഞാൻ മനസ്സിൽ ഓർത്തത്. അപ്പോൾ അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ഓർത്ത് വെച്ചുകൊണ്ട് വേണം സംസാരിക്കാൻ എന്നുള്ളൊരു പാഠം പഠിക്കുന്നത് അപ്പോഴാണ്. പിന്നീട് ഒരു അവസരത്തിൽ എനിക്ക് ഇന്റലിജൻസിന്റെ ഓഫീസേഴ്സ് റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം വെച്ചിട്ട് ഒരു BJP പ്രവർത്തകന്റെ കട, പലചരക്ക് കടയോ മറ്റോ ഇങ്ങനെ തീ വെച്ച് നശിപ്പിച്ചു ചില CPM പ്രവർത്തകർ. കണ്ണൂരാണോ കാസർഗോഡാണോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല, അവിടെ എങ്ങാണ്ടോ ആണ്. അപ്പം ഞാനത് CMനെ വിളിച്ച് രാവിലെ റിപ്പോർട്ട് ചെയ്തപ്പോൾ സാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, പോലീസ് FIR ഇട്ട് അന്വേഷണം നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അങ്ങനെയല്ലല്ലോ സംഭവം, എല്ലാം കൂടെ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചിട്ട് വേണ്ടേ പറയാൻ, കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണ്ടേ പറയാൻ, അത് ഷോർട്ട് സർക്യൂട്ടിൽ കത്തിപ്പോയതല്ലേ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അല്ല സാർ, അത് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എന്നെ കട്ട് ഷോട്ട് ചെയ്തിട്ട് പറഞ്ഞു അടുത്ത വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേറെ അടുത്ത കാര്യമുണ്ടോ സാർ. ഞാൻ അടുത്ത കാര്യത്തിലേക്ക് പോയി, പിന്നെ എന്നെ പറ്റി പറഞ്ഞുമില്ല. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചു എന്തിനാ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച, ഷോർട്ട് സർക്യൂട്ടിൽ കത്തിപ്പോയ ഒരു കട CPM പ്രവർത്തകർ അറ്റാക്ക് ചെയ്താണ് ഞാൻ CMന്റെ അടുത്ത് പറഞ്ഞു പോയല്ലോ. അയ്യോ എന്തൊരു കഷ്ടമാണ്, എന്തിനാണ് എൻ്റെ ഓഫീസേഴ്സ് ഇങ്ങനെ പറഞ്ഞത്, അദ്ദേഹത്തിന് ഓൾറെഡി അറിയാമല്ലോ എന്ന് ഞാൻ എൻ്റെ ഓഫീസറിനെ വിളിച്ച് വഴക്ക് പറയുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു അല്ല മാഡം, ഇത് CPMക്കാർ തന്നെ ചെയ്തതാണ്, പക്ഷേ പാർട്ടിയിൽ നിന്ന് ഇടപെട്ടത് FIR ഫയർ ഒക്കറൻസിൽ ഇട്ടാൽ മതി എന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഫയർ ഒക്കറൻസിൽ FIR ഇട്ടു. ഇപ്പം അങ്ങനെയാണ്, അത് ഫയർ ഒക്കറൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. വാദിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ അയാൾ പോയി പരാതി പറയില്ല. വാദി പരാതിയൊക്കെ പറയും, അയാൾ BJPക്കാരനല്ലേ, അത് ആര് കാണാൻ പോകുന്നു, ആര് ശ്രദ്ധിക്കുകയില്ല എന്ന് ഓഫീസർ പറയുകയും ചെയ്തപ്പോഴാണ് രാഷ്ട്രീയം ഇത്ര കണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പോലീസിൽ പറയുമ്പോൾ തന്നെ, വിവരങ്ങൾ ധരിപ്പിക്കുമ്പോൾ തന്നെ അതിനകത്ത് രാഷ്ട്രീയ ചായവും കൂടെ നോക്കിയിട്ടാണ് കാര്യങ്ങൾ പറയേണ്ടത്. ഇതെനിക്ക് ഒട്ടും പറ്റിയ ജോലിയല്ല എന്നെനിക്ക് തോന്നാൻ തുടങ്ങിയത്. ഇന്റലിജൻസിൽ ഇരിക്കുമ്പോൾ വീണ്ടും കുറേ കാര്യങ്ങളുണ്ടായി, പക്ഷേ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പതിയെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കോണ്ടാക്ട് നഷ്ടപ്പെട്ടു. അതായത് മുഖ്യമന്ത്രി ഞാൻ അങ്ങനെ വിളിക്കുന്നതും കുറവായിരുന്നു, അദ്ദേഹത്തെ പോയി കാണുന്നതും കുറവായിരുന്നു. അസംബ്ലി വരുമ്പോൾ അവിടെ പോയി രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കണം. ADGPയുടെ ജോലി അതാണ്, അത് എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അപ്പോഴുള്ള മറുപടി എഴുതി കൊടുക്കുമ്പോഴൊക്കെ ചെയ്യണം. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങനെ യാന്ത്രികമായിട്ട് അങ്ങ് നടക്കുകയായിരുന്നു. അത് DGP നേരിട്ട് മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ ധരിപ്പിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സോഴ്സിൽ നിന്ന് വിവരം കിട്ടുന്നുണ്ട്. പിന്നെ ഞാനും കൂടെ ചേർന്ന് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാന്ന് വിചാരിച്ചിട്ട് ഞാനത് പറയാനൊന്നും പോകാറില്ലായിരുന്നു പിന്നീട്. പക്ഷെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം വിളിക്കും. പിന്നെ മാവോയിസ്റ്റുകാരെ കൊലപ്പെടുത്തിയ സംഭവത്തിനും ഞാൻ വിളിച്ച് പറഞ്ഞു സാർ ഇങ്ങനെ മാവോയിസ്റ്റ്, പക്ഷെ അദ്ദേഹത്തിന് അത് അറിയായിരുന്നു, ഓൾറെഡി അദ്ദേഹം ധരിച്ചിരുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു സാർ കഷ്ടമായിപ്പോയി, ഒരു സ്ത്രീയും കൂടെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നപ്പോഴേക്കും അദ്ദേഹം വളരെ ലാഘവത്തോടെ ലൈറ്റായിട്ട് അത് എടുത്തിട്ട് പറഞ്ഞാൽ അതെന്താ, അത് മാവോയിസ്റ്റ് അല്ലേ എന്നുള്ള മട്ടിൽ അദ്ദേഹം സംസാരിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ADGP ഇന്റലിജൻസിന്റെ അറിവ് പോലും ഉണ്ടാവാതെ നടന്ന ഒരു ഓപ്പറേഷനായിരുന്നു. അപ്പം അത് ഈ മാവോയിസ്റ്റുകാർ വനത്തിൽ വെച്ച് കൊല്ലപ്പെടുന്ന ശേഷമാണ് ഞാൻ പോലും അത് അറിയുന്നത്. എൻ്റെ ഇന്റലിജൻസ് ഓഫീസേഴ്സിന് ഒന്നും ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. അപ്പോൾ വളരെ സീക്രട്ടീവായിട്ട് നടത്തിയ CMന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ഒരു നേതൃത്വത്തോടു കൂടി DGP അദ്ദേഹത്തിന്റെ വിശ്വസ്തരായിട്ടുള്ള കുറേ ഓഫീസേഴ്സിനെ വെച്ച് നടത്തിയ ഒരു ഓപ്പറേഷൻ ആയതുകൊണ്ടാണ് എനിക്കതൊരു ഷോക്കായിട്ട് തോന്നിയത്. പക്ഷേ പിന്നീട് അതുപോലെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്, പല കേസുകളും നടന്നിട്ടുണ്ട്. അപ്പം അപ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ കുറച്ച് പ്രയാസം തോന്നി, ഞാനിങ്ങനെ പിന്നൊക്കെ മാറി നിൽക്കുന്നത്. പക്ഷേ പിണറായി വിജയൻ സാറ് പൊതുവേ ഞാൻ ADGP ഇന്റലിജൻസ് ആയിരുന്നു, അപ്പോൾ എന്നോട് നല്ല രീതിയിലാണ് പെരുമാറിയിരുന്നത്. ഇടയ്ക്ക് എന്നെ ഒരു വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടന ബെഹ്റനി വെച്ച് അവർ നടത്തുന്ന ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചു, വന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അനുവാദം ഇല്ലാതെ പോകാൻ പറ്റില്ല. അപ്പം ഞാൻ അനുവാദത്തിന് വേണ്ടി എഴുതി. പക്ഷേ ഒരാഴ്ചയേ ഉള്ളൂ പരിപാടി നടത്താൻ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് സംസ്ഥാനത്തിന് അനുവാദം തന്നിട്ടില്ലായിരുന്നു. ഫയൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഒരുപാട് തിരക്കുകളുള്ളതുകൊണ്ട് അദ്ദേഹം കുറച്ച് ഡിലേ വന്നു അവിടുന്ന്. അപ്പം ഞാൻ ഒരു ദിവസം അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു സാർ ഇങ്ങനെ ബെഹ്റനി പോകുന്ന ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്, എനിക്ക് പോകാമോ പറ്റുമോ എന്നറിയില്ല, കാരണം വിസ അത് കഴിഞ്ഞിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ, സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പം അദ്ദേഹം ഫയലൊന്നും കണ്ടിട്ടില്ല, പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു പൊക്കോ ഞാൻ ഫയൽ ഒപ്പിട്ടോളാം, ഫയൽ ഓർഡർ പിന്നെ വന്നോളും, വിസയൊക്കെ പ്രോസസ്സ് ചെയ്ത് പൊക്കോളും
എന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് വളരെ സന്തോഷമായിരുന്നു. അതിനിടയിൽ കൂടിയാണ് ഈ ഡിമോണിറ്റൈസേഷൻ വന്നത്. ഡിമോണിറ്റൈസേഷൻ വന്നപ്പോൾ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ കുറച്ചധികം SS ഫണ്ട് കിട്ടുന്നതാണ്, സീക്രട്ട് സർവീസ് ഫണ്ട് കിട്ടുന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ പൈസ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാനാണ്. ഹേമേന്ദ്രൻ ചാർജ് വിട്ട് പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന ഫയലുകളിൽ ഒരെണ്ണം ഈ സീക്രട്ട് സർവീസ് ഫണ്ടിന്റെ ഫയലും ഡോക്യുമെന്റും ഒക്കെ ആയിരുന്നു. പൈസയും ഉണ്ടായിരുന്നു. ഏകദേശം 16 ലക്ഷം രൂപയോ മറ്റോ ലിക്വിഡ് ക്യാഷ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് അതിശയം പറഞ്ഞു, ഇത്രയും രൂപ ഇങ്ങനെ ഇന്റലിജൻസ് ADGPയുടെ കയ്യിലുണ്ടോ? അപ്പൊ അതിങ്ങനെ പൈസയായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക. എല്ലാ 1000 രൂപ നോട്ടാണ്. കുറച്ചൊക്കെ മാസം തോറും ഞാൻ എടുത്ത് വെച്ച് എല്ലാ ഓഫീസേഴ്സിനും വീതം വെച്ച് കൊടുക്കും. പിന്നെ വേറൊന്നും കിട്ടിയിരുന്നില്ല. പിന്നീട് ഒരു അവസരത്തിൽ എന്തോ അത്യാവശ്യം വന്നപ്പോൾ എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി അവിടെ വന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തെങ്ങാണ്ട് 1 ലക്ഷം രൂപ എക്സ്ട്രാ ആയിട്ട് DGP തന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇത്രയും പൈസ അവിടെ ഇരിക്കുന്നത് എനിക്ക് എപ്പോഴും പേടിയായിരുന്നു. ക്യാഷായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന കാണുമ്പോൾ ഞാൻ എന്തിനാ ക്യാഷ് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്, ആവശ്യമില്ലാതെ ഒരു സ്റ്റാഗ്നേഷൻ ആണല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് എപ്പോഴും ഒരു പ്രയാസമാണ്. അപ്പം പക്ഷേ ഈ ഡിമോണിറ്റൈസേഷൻ വന്നപ്പോൾ 1000 രൂപയുടെ നോട്ടുകൾ മാറ്റണമല്ലോ. അപ്പം ഞാൻ DGPയോട് ചോദിച്ചു, സാർ എന്താ ചെയ്യണേ? അപ്പോൾ DGP ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഞാൻ RBIയിലൊക്കെ വിളിച്ച് അന്വേഷിക്കുകയാണ്. അപ്പോൾ DGPയുടെ കയ്യിലും കിടപ്പുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപയുടെ ക്യാഷാണ് മാറി വരുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലും ക്യാഷായിട്ട് ഇരിപ്പുണ്ട്. എനിക്കറിയാം, അതൊരു സേഫ് ഉണ്ട് PHPയിൽ, അതിനകത്താണ് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുറിയിൽ തന്നെയാണത്. ഞാൻ ചോദിച്ചു, സാർ എന്താ ചെയ്യുന്നത്? എൻ്റെ കയ്യിലും കുറച്ച് പൈസ ഇരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇഷ്ടം പോലെ ചെയ്യുക, എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനന്ന് SBIയിലെ ഒരു മാനേജറെ എനിക്കറിയാതെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, മാഡം അത് ഇടുന്നതാണ്, ഒരു ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഒരു അക്കൗണ്ട് ADG ഇന്റലിജൻസിന്റെ പേരിൽ തുടങ്ങിയിട്ട് അത്രയും രൂപ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ, കാരണം ലക്ഷക്കണക്കിനുണ്ടല്ലോ, അപ്പോൾ കണക്കിൽ പെടാതെ വരുന്ന ഒരു പൈസയാണെന്ന് പറയണ്ട. അതിന് ഇന്റലിജൻസിൽ തന്നിരിക്കുന്ന കാശായതുകൊണ്ട് അതിന് ഗവൺമെന്റിൽ നിന്ന് രേഖയില്ല. DGPയുടെ അടുത്ത് നിന്ന് ഇന്റലിജൻസിൽ തന്ന കുറേ നാളുകളായിട്ട് തന്നത് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതല്ലേ. അപ്പോൾ അതൊന്ന് ബാങ്കിൽ ഇടുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടത് എനിക്ക് തോന്നുന്നു അതൊരു പ്രശ്നമായോ എന്ന് എനിക്കറിയില്ല. കാരണം എന്തിനാ ചെയ്തതെന്ന് പിന്നീട് ഒരു ചോദ്യം വന്നിരുന്നു. കാരണം DGPക്ക് പിന്നീട് ആ പൈസ മുഴുവനും എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടി, അക്കൗണ്ട് ഒന്നും തുടങ്ങേണ്ടി വന്നില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ബാങ്കിലിട്ട് അതിനൊരു രേഖ വരുത്തിയത് ഒരു തെറ്റായ നടപടിയായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തുകൊണ്ടും എന്നെ അവിടുന്ന് മാറ്റിയപ്പം എനിക്കൊരു സംശയം, എന്താ മാറ്റിയ, ഇങ്ങനെ ഞാൻ എന്താ ചെയ്തത്, എന്തെങ്കിലും. പക്ഷേ ഇന്റലിജൻസ് ADGP എന്ന് പറഞ്ഞാൽ വലിയൊരു പോസ്റ്റായിട്ട് പലപ്പോഴും കാണാറുണ്ട് എല്ലാവരും. ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ് പോലീസിലെ. DGPയുടെ കീഴിൽ വരുന്ന പോസ്റ്റുകളിൽ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ്. അപ്പോൾ മാറ്റേണ്ട കാര്യം എന്താണെന്ന് ഇങ്ങനെ ആളുകൾ ചോദിക്കുമല്ലോ എന്ന് വെച്ചാൽ ഞാൻ CMനെ കണ്ടപ്പോൾ ഞാൻ യൂണിഫോമൊക്കെ ഇട്ടാണ് പോയി കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, സാർ എന്താ എന്നെ ട്രാൻസ്ഫർ ചെയ്ത്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ, എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് പിഴകളിലോ ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എനിക്ക് മാപ്പ് പറയാമല്ലോ എന്ന് വിചാരിച്ചാൽ പോയത്. അപ്പോൾ അതേപോലെ ഒന്നുമില്ല, നല്ല രീതിയിലാണ് ജോലി ചെയ്തതില്ല. പക്ഷെ ജയിലിൽ നമുക്ക് നല്ലൊരു ഓഫീസർ വേണം. ഇപ്പോൾ ഇരിക്കുന്ന ആളെന്ന് പറയുന്നത് ഒന്നും ചെയ്യുന്നില്ല കാര്യമായിട്ട്. ജയിലിന് ഒരുപാട് റിഫോംസ് നടത്താനുണ്ട്. അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ജയിൽ റിഫോംസിൻ്റെ. അതിൻ്റെ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇപ്പോഴിരിക്കുന്ന ആൾക്കൊരു മടിയാണ്, അവൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ശ്രീലേഖ അവിടെ പോസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് ചെയ്യുമല്ലോ. അതിൽ കുറേയൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലതിന് വേണ്ടിയിട്ട്, ജയിൽ നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വിട്ടത് തന്നെ. എന്നെ ജയിലിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അവിടെ നിന്ന് CMന്റെ വായിൽ നിന്ന് തന്നെ അദ്ദേഹം നല്ല ഓഫീസർ അല്ല, നല്ലതായിട്ട് പ്രവൃത്തി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ആളാണ് പിന്നീട് കേരളത്തിലെ DGP ആയി മാറിയതെന്നുള്ളത് വേറൊരു വസ്തുത. പക്ഷെ എന്നാലും ഞാൻ അവിടെ സന്തോഷത്തോടു കൂടിയാണ് ജയിലിൽ പോയത്. കാരണം ഞാൻ ജയിൽ DGP ആവാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ്. ഞാൻ പഴയ ഒരു എപ്പിസോഡിൽ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, എവിടെ പോസ്റ്റിംഗ് വേണമെന്നൊരു മന്ത്രി എന്നോട് ചോദിച്ചപ്പോൾ, ആഭ്യന്തരമന്ത്രി എന്നോട് ചോദിച്ചപ്പോൾ, സാറിനെ ജയിലിൽ പോസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. പക്ഷെ അപ്പം ജയിലിൽ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്കുള്ള പോസ്റ്റാണ്, ശ്രീലേഖ പോസ്റ്റ് ചെയ്യൂല എന്ന് പറഞ്ഞ് അന്നേനാണ് സെൻകുമാർ സാറിനെ അന്നോട് പോസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് ജയിലിൽ എനിക്ക് പോകാൻ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ട് ജയിലിൽ പോയി ചാർജ് എടുക്കുകയായിരുന്നു. പക്ഷേ ഇന്റലിജൻസിലിരുന്നപ്പോൾ വീണ്ടും 2-3 കൊച്ചു കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നിങ്ങളോട്. 2-3 കഥകളാണ്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. സസ്നേഹം, ശ്രീലേഖ.